കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തോടെ പാലക്കാട് പരസ്യ പ്രചാരണത്തിന് സമാപനം. ചരിത്ര വിജയം നേടുമെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. അതേസമയം വൻ വിജയം നേടുമെന്നാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും അവകാശവാദം. കൊട്ടിക്കലാശത്തിൽ ആവേശം വിതറിയിരുന്നു. വലിയ ആവേശം തന്നെയാണ് അവിടെ ഓരോ പ്രദേശത്തും അനുഭവപ്പെട്ടത്. LDFിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വലിയ ആവേശം വാരി വിതറിക്കൊണ്ടാണ് ക്രെയിൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ മുകളിലേക്ക് ഉയർത്തിയും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും എല്ലാ സന്നാഹങ്ങളോടെയുമുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് പാലക്കാട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതോടെ പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ചിരിക്കുകയാണ്. ആവേശത്തോടെയാണ് പാലക്കാട് പരസ്യ പ്രചാരണത്തിന് പ്രവർത്തകരും നേതാക്കളുമൊക്കെ എത്തിയത്. എല്ലാ നേതാക്കളും മന്ത്രിമാർ MLA മാർ അടക്കം എല്ലാവരും അവിടെ പ്രചരണത്തിന് എത്തിയിരുന്നു. പ്രചരണത്തിൻ്റെ ആവേശ കോലാഹലങ്ങളെല്ലാം സമാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നീണ്ടുനിന്ന പ്രചരണത്തിനാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. സരിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും, ചരിത്ര വിജയം നേടുമെന്നാണ് LDF നേതാക്കൾ അവകാശപ്പെടുന്നത്. അതേസമയം വൻ വിജയം നേടുമെന്ന് കോൺഗ്രസും BJPയും അവകാശവാദം ഉന്നയിക്കുന്നു. പരസ്യ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ക്രെയിനിൽ സ്ഥാനാർത്ഥിയെ ഏറ്റവും മുകളിലേക്ക് ഉയർത്തി ആവേശം അതിൻ്റെ പാരമ്യതയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഓരോ അണികൾക്കും ആവേശം വാരി വിതറിക്കൊണ്ടാണ് അവിടെ പരസ്യ പ്രചാരണം സമാപിച്ചത്. ചെണ്ടമേളം, വാദ്യമേളങ്ങൾ, ബലൂണുകൾ അങ്ങനെ തുടങ്ങി എല്ലാ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആണ് സ്ഥാനാർത്ഥിയെ ക്രെയിനിൽ ഉയർത്തി ഇന്നത്തെ പരസ്യ പ്രചാരണം സമാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാളാണ് വോട്ടെടുപ്പ്, അതിനുശേഷം 23-ന് വോട്ടെണ്ണൽ. വൻ വിജയം നേടുമെന്നാണ്, അതായത് ചരിത്ര വിജയം നേടുമെന്നാണ് LDF നേതാക്കൾ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസും BJPയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് പാലക്കാട് കൊട്ടിക്കലാശം സമാപിച്ചത്. റോഡ് ഷോ കളറാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുന്നു. മനു മടപ്പാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനു, വളരെ ഒരു മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശത്തോടെ സമാപനം ഉണ്ടായിരിക്കുന്നത്. ആവേശം വാരി വിതറിയുള്ള കൊട്ടിക്കലാശമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. തീർച്ചയായും ആവേശം വാരി വിതറിക്കൊണ്ടൊരു കൊട്ടിക്കലാശത്തിന് സമാപനമായിരിക്കുകയാണ്. പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി മാറിയ കാഴ്ചയായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വിക്ടോറിയ കോളേജിന്റെ മുൻവശം മുതൽ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ മനുഷ്യസാഗരം എന്ന് പറയുന്നത് ഒരുപക്ഷെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല എന്നായിരുന്നു പലരും നമ്മളോട് പറഞ്ഞത്. LDFിന്റെ വലിയ ആത്മവിശ്വാസം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം ഇവിടെ നടത്തിയ പ്രചരണത്തിന്റെ ഒരു അവസാനമായി നമുക്ക് ഈ കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് LDFിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. ഇത്തവണ ജയം ഉറപ്പെന്ന രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് പ്രചരണം കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഇനി നിശബ്ദ മണിക്കൂറുകളിലേക്ക് സ്ഥാനാർത്ഥി കിടക്കുന്നു. കൊട്ടിക്കലാശം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. തുടങ്ങിയതാണ് ഇവിടുത്തെ ഈ പ്രചരണ പരിപാടികൾ. ഇങ്ങനെ നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ അരത്തി ഇടകലർത്തി ഒഴുകിയെത്തിയ വലിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അത് ഡ്രോണുകളൊക്കെ നമുക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന ദൃശ്യങ്ങൾ എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആളുകൾ ഇങ്ങനെ ഇരമ്പി ചേർക്കുന്നത് ഇപ്പോഴും ഉണ്ട്. തിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ആളുകൾ അവർ ഇൻക്ലാബ് വിളിച്ചും അവരുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചും വളരെ ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ ഇവിടെ നിൽക്കുന്നു. ഇനി മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ കാണാം എന്ന പ്രതീക്ഷയോടെ പോവുകയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ഇനി പക്ഷെ അപ്പോഴും ജോലി തീരുന്നില്ല. ഇനിയും 36 മണിക്കൂറുകൾ ബാക്കിയുണ്ട്. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. അത് മാത്രമല്ല, അതിനുശേഷം ഓരോരുത്തരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് വോട്ടുകൾ ഉറപ്പിക്കേണ്ട ജോലിയടക്കം ബാക്കി നിൽക്കുന്നു. അങ്ങനെ ഇനി നിശബ്ദമായി കഴിഞ്ഞ ഒരു മാസം പരസ്യമായി ആവേശത്തോട് ചെയ്തു. പക്ഷേ ഇത് നിശബ്ദമായി അവർക്ക് ആ പ്രചരണ പരിപാടികളിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും വലിയ ആവേശം നിറഞ്ഞൊരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പാലക്കാട് ഇതുപോലൊരു ജനസംഖ്യയും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരുന്നു പ്രായമായ പലരും അവരുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മളോട് ഈ പോരുന്ന വഴിക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്തൊക്കെ പറയുകയുണ്ടായത്. ഞാൻ ഈ വാഹനത്തിലാണ് സ്ഥാനാർത്ഥിയൊക്കെ കടന്നു വന്നത്. സ്ഥാനാർത്ഥിയോടൊപ്പം MP രാജേഷ് മന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ സുരേഷ് ബാബു ഉണ്ടായിരുന്നു, CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി AK ബാലനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കളുടെയും ഒപ്പം തന്നെ 10,000-കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അകമ്പടിയോടെ കടന്നു വന്ന് ഒടുവിൽ സമാപിക്കുകയായിരുന്നു.
പക്ഷേ ഇനി വളരെ പ്രധാനപ്പെട്ട ജോലി LDF-ന്റെ പ്രവർത്തകർക്ക് ബാക്കി നിൽക്കുകയാണ്. നിശബ്ദ പ്രചരണം, ഓരോ വോട്ടും പെട്ടിയിൽ വീഴ്ത്തണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ബാക്കി നിൽക്കുന്നു. ഇനി ആ പ്രവർത്തന നടപടികളിലേക്കാണ് അവർ കടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പരസ്യ പ്രചരണം മാത്രമാണ് അവസാനിച്ചിട്ടുള്ളൂ. ഇനിയും ബാക്കി നിൽക്കുന്ന കാര്യങ്ങളെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 4 മണിയോടുകൂടി വിക്ടോറിയ കോളേജിന്റെ മുന്നിലാണ് ഈ കൊട്ടിക്കലാശ റോഡ് ഷോ തുടങ്ങിയത്. അത് 2 മണിക്കൂർ സഞ്ചരിച്ച് ഏകദേശം 3-3.5 കിലോമീറ്റർ സഞ്ചരിച്ച് ജനങ്ങൾക്കിടയിലൂടെ വന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് ജനങ്ങളോട് സംസാരിച്ചും സമ്മതിച്ചും ഒക്കെ വലിയ ആവേശത്തോടെ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ഒരു വർണ്ണാഭമായ കാഴ്ച തന്നെയായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും കൂടി നിൽക്കുന്ന ജനക്കൂട്ടം, ഒപ്പം തന്നെ അഭിവാദ്യം ചെയ്ത് പ്രവർത്തകർ, ഒപ്പം തന്നെ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർണ്ണ ബലൂണുകളൊക്കെ പറത്തി ഡോക്ടർ സരിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്ന 10,000-കണക്കിന് പ്രവർത്തകർ. അത് LDF-ന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നതാണ്. ഇപ്പോഴും സെൽഫി എടുത്തും ഫോട്ടോ എടുത്തും പാലക്കാടിന്റെ സ്നേഹത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് ഈ നിമിഷത്തെ ഇവിടുത്തെ ഒരു വൈബ്, ഒരു ആവേശം പറയുന്നത്. വലിയ ആവേശ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഈ വാഹനത്തിൽ കയറി നിൽക്കുന്നത് കൊണ്ടാണ്, അതല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമായിരുന്നു. പക്ഷെ അതാണ് അതിന്റെ ഒരു ഭംഗി. ഇത്രയും സമയം ഈ ജനക്കൂട്ടത്തിനിടയിലോട് നമ്മൾ സംസാരിച്ചു. അവർ പങ്കുവച്ച പ്രതീക്ഷകൾ കണ്ടു. അവർ ഓരോ നിമിഷവും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന്. കഴിഞ്ഞ 13 വർഷത്തെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ്. പിടിക്കുമെന്നാണ് പാലക്കാട് കോട്ടയും തിരിച്ചു പിടിച്ചിരിക്കും. പാലക്കാട് ഇപ്രാവശ്യം സരിമ്പുറം വിജയിച്ചിരിക്കും, ഒരു സംശയമാണ്. പാലക്കാട് കോട്ടയും കോട്ട മൈതാനം കൽപ്പാത്തിപ്പുഴ എല്ലാം സരിന്റെ ഉറപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ ജനസാഗരം. 20,000 വോട്ടിന് നമ്മൾ വിജയിച്ചു. 20,000 വോട്ടിന് ഇവിടെ വിജയിച്ചു. അതിലൊരു മാറ്റമില്ല. 20,000 വോട്ടിന് വോട്ട് തന്നെ മതി, വേറെ ഒരു പ്രശ്നമല്ല. 20,000 വോട്ടിന് ഇവിടെ ഭൂരിപക്ഷം ജയിച്ചിരിക്കുകയാണ്. ജയിച്ചു, അതിലൊരു മാറ്റമല്ല. 20,000 വോട്ടിന് ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിച്ചു. ഉറപ്പായിട്ടും നമ്മുടെ സരിൻ ഡോക്ടർ വിജയിച്ചിരിക്കും, അതിലൊരു തർക്കവും വേണ്ട. നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്ന 23 ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെ നോക്ക്, ഞങ്ങക്ക് ജയിച്ചു കിട്ടിയാൽ മതി. ഷാഫിന്റെ തിളപ്പൊതുങ്ങണം, അത്രേ ഉള്ളൂ. ഷാഫിന്റെ വമ്പൊതുങ്ങണം, ഷാഫിന്റെ വമ്പൊതുങ്ങണം, അത്രേ ഉള്ളൂ. ഷാഫിയല്ല, ആള് സോഫിയാണ്. വെറും ഷോ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പൊളിച്ചടുക്കും. ഞങ്ങൾ 20,000 വോട്ടിന് ജയിക്കും. ഭൂരിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളോട് പറയുന്നത്. ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷമായിട്ട് 20,000 വോട്ടിന് വിജയിക്കും. ഡോക്ടർ പി സരിന്റെ സ്വന്തം മകനെ പോലെ ഈ നാട് ഏറ്റെടുത്തിരിക്കുകയാണ്. 23-ാം തീയതി ഡോക്ടർ സരിൻ വിജയിച്ചിരിക്കും. രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിലേക്ക് നാട് വിടേണ്ടി വരും. ഓന്റെ പുടുക്ക പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. ഓന്റെ പുടുക്ക സ്ഥാനാർത്ഥിനെ എല്ലാവർക്കും അറിയും. ചെറിയ കുട്ടികൾക്ക് വരെ സരിൻ, ഡോക്ടർ സരിൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അറിയും. എന്റെ കുട്ടി അടക്കം ഡോക്ടർ സരിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. 3 പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ടും സരിനേട്ട ഫാനാണ് എന്റെ കുട്ടി. പറയൂ, ഡോക്ടർ സരിൻ ജയിക്കും പറയും. ജയിച്ചുകൊണ്ടിരിക്കണു, ഇപ്പോ ജയിച്ചുകൊണ്ടിരിക്കണു. പാലക്കാട് ജയിച്ചു. ജയിച്ചില്ല, ഞങ്ങള് ജയിച്ചു എന്ന് പറ. അതാ കണ്ടില്ലേ, ഇവിടെ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ഇപ്പൊ ഈ അവസാന നിമിഷത്തെ കൊട്ടിക്കലാശം തന്നെ കണ്ടറിയാം. കോൺഗ്രസ്സുകാർ അവിടെ കുറെ പ്രചരണ വണ്ടി നിരത്തി നിർത്തിയിരിക്കുക. അവിടെ ആൾക്കൂട്ടം കാണണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇടതുപക്ഷത്തിന്റെ ആൾക്കൂട്ടം ഇതാ അവിടെ. അതാണ് കോൺഗ്രസിന്റെ കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇത്തവണ സരിനല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് ഞാൻ പറയണേ, ഞങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഒരുപാട് കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഈ ജാഥയിൽ. അപ്പൊ പറയാണ് 13 വർഷത്തെ മുരടിപ്പ് ഇത്തവണ വട്ടിയൂർക്കാവ് പാലക്കാട് ആവർത്തിക്കാൻ പോവാണ്. വിജയ കോട്ടമൈതാനത്തിന്റെ പരിസരത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രമ്യ ചേച്ചിന്റെ ആളുകൾ KL 48 വന്ന ഒരു ഒട്ടനവധിയായിട്ടുള്ള വണ്ടികളാണ് ഉള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് ഈ പാലക്കാട്ടിലെ നൂറണിയിലെ ഈ ജില്ലക്കകത്തുള്ള ടൗണിലുള്ള ആൾക്കാരാണ്. ഇത് മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ചെറുപ്പശ്ശേരി,
മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ചെറുപ്പശ്ശേരി, മണ്ണാർക്കാട്, പെരുന്തൽമണ്ണ ഇവിടുത്തെ ആൾക്കാരാണ്. ഇതൊക്കെ ടൗണിലുള്ള ആൾക്കാരാണ്. പാലക്കാട് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഈ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബിനു, ഇതിനപ്പുറം ഒരാവേശം ഇവിടെ നിന്ന് പറയാനില്ല. ഇതാണ് പാലക്കാടിന്റെ വൈബി മിനിറ്റ്. തീർച്ചയായും പാലക്കാട് അലകടലാകുന്നു. LDFന്റെ വിജയം സുനിശ്ചിതം. 20,000 വോട്ടിന് വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവിടെയുള്ള ഓരോ പ്രവർത്തകരും. അത്ര ആവേശത്തിൽ തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലും അവരുടെ വാക്കുകളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്.